സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ഈ രാത്രികാലവും കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ഇബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്ഷ്യം ലഭിച്ചവർ, വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചവർ. കഴിഞ്ഞ രാത്രികാലം യോസഫിന്റെ കാര്യമാണല്ലോ കണ്ടത്. ഈ രാത്രികാലം ദാസനെ ദൈവം ബലപ്പെടുത്തിട്ട് കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഏവർക്കുമായിരിക്കാം. കർത്താവ് വലിയ സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അനേക കുഞ്ഞുങ്ങൾ ആ കാലയളവ് ജനിച്ചു. അവരെല്ലാം നൈൽ നദിയിൽ എറിയപ്പെട്ടു. അവിടുത്തെ മുതലയ്ക്ക് ഭക്ഷണമായി തീർന്നു. ഇസ്രായേൽ മക്കളുടെ അനേക പുരുഷ പ്രജകളാണ് അങ്ങനെ എറിയപ്പെട്ടത്. എന്നാൽ ഈ മാതാപിതാക്കൾ, മോശയുടെ മാതാപിതാക്കൾ, നമുക്ക് അവരെ ഒന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായ യഖോബേദിനെ വിവാഹം കഴിച്ചു. അവൾ അവന് അഹരോനെയും മോശയെയും പ്രസവിച്ചു. അമ്രാമിന്റെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായ യോഖേബേദിനെ വിവാഹം കഴിച്ചു. അവൾ അവന് അഹരോൻ മോശയെ പ്രസവിച്ചു. അമ്രാമിന്റെ ആയുഷ്കാലം 137 സംവത്സരം ആയിരുന്നു. എന്നാൽ മിരിയാമിന്റെ കാര്യം അവിടെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മിരിയാമിന്റെ മൂത്ത പെങ്ങളായിരുന്നു. അഹരോന്റെ താഴെയുള്ളത് മൂത്തതോ അങ്ങനെ കണ്ടാണ് നമ്മൾ ഓർത്തു കൊള്ളണം. ഈ മാതാപിതാക്കൾ എന്തുകൊണ്ട് തന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു, ജീവനോടെ പരിപാലിക്കണം എന്ന് നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ 1-ാം അധ്യായം പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് ജോസഫിന്റെ തലമുറയൊക്കെ മരിച്ചു. അതിന്റെ 7 മുതൽ താഴോട്ട് വായിച്ചാട്ട് 1-7 മുതൽ. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. അനന്തരം ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിലുണ്ടായി. അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ട് പൊയ്ക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അങ്ങനെ കഠിനവേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി അവർ പീതോം, റംസേസ് എന്ന സംഭാരണ നഗരങ്ങളെ ഫറവോന് പണിതു. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു. നമ്മൾ ചിന്തിക്കുക, പീഡനം ദൈവസഭയിൽ വർദ്ധിക്കും തോറും ദൈവസഭ ചെറുതാകുമോ വലുതാകുമോ? വലുതാകും. ഇതാണ് ഇതിന്റെ സിസ്റ്റം. കർത്താവേ അവരെ പീഡിപ്പിക്കുന്നു, കരുണ തോന്നണമേ, മനസ്സലിവ് തോന്നണമേ. ആ പ്രാർത്ഥന അതിനേക്കാട്ടിലുപരിയായിട്ട് ഈ സമയത്താണ് ദൈവസഭ വളരേണ്ടത്.
അതിനു വേണ്ടിയാണ് നമ്മുടെ ചിന്താഗതിക്ക് വ്യത്യാസം ഉണ്ടാകേണ്ടത്. ഇന്ന് ലോകത്തില് ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഇതിനെ നശിപ്പിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളും നശിപ്പിക്കുന്ന ഭയങ്കരമായിട്ടുള്ള പരിപാടികൾ ലോകം മുഴുവനും നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോ ഇതിനിടയ്ക്ക് രാജാവ് വേറൊരു പ്രോഗ്രാം ഇട്ടു. ശ്രുതികർമ്മികളെ കൊണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള പരിപാടി ഇട്ടു. അവർ കൊല്ലുന്നില്ലെന്ന് കണ്ടു. അവരെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ നമ്മൾ ഈ സ്റ്റോറികൾ മനസ്സിലാക്കുന്ന ഉടനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ദൈവത്തിന്റെ ജനം ഒരിക്കലും പരാജയത്തിലേക്ക് പോകത്തില്ല. പിന്നെ എവിടേക്ക് പോകും? വിജയത്തിലേക്ക്, വിക്ടറിയിലേക്കുള്ളതാണ് നമ്മുടെ നോട്ടം. നമ്മൾ പരാജയത്തെ കുറിച്ച് ചിന്തിക്കുകയോ പരാജയം ഉണ്ടാകുമെന്ന് പറയുകയോ ചെയ്യരുത്. നമ്മൾ വിക്ടറിയിലേക്ക് പോകും. അതായിരിക്കണം നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ് എപ്പോഴും വിക്ടറി ആയിരിക്കണം. ഞാൻ ഇതിനെ ഓവർകം ചെയ്യും, ഇത് എന്നെ പരാജയപ്പെടുത്തുകയില്ല. എത്ര പ്രതികൂലത്തിന്റെ മധ്യത്തിലാണ് ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ പരിപാലിക്കുന്നത് നോക്കിയാണ്. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം വായിച്ചാൽ. എന്നാൽ ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ച് അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ച് പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവൻ എന്തു ഭവിക്കുമെന്നറിവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്തുകൂടി നടന്നു. അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരുവാൻ ദാസിയെ അയച്ചു. അവൾ അത് തുറന്നാറെ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട്, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരയണമോ എന്ന് ചോദിച്ചു. ഫറവോന്റെ പുത്രി അവളോട്, ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കന്യക ചെന്ന് പൈതലിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. ഫറവോന്റെ പുത്രി അവളോട്, നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞു. അപ്പോ ഇനി നിങ്ങൾ നോക്കി, ശത്രുവിന്റെ പാളയത്തിൽ തന്നെ ദൈവം തന്റെ രക്ഷകനെ അവിടെ പരിപാലിക്കുന്നു. ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ അവനായി തീർന്നത് ആരുടെ വിശ്വാസമായിരുന്നു? ആ മാതാപിതാക്കളുടെ വിശ്വാസമായിരുന്നു. അപ്പം ഈ മാതാപിതാക്കൾ വിശ്വസിച്ചു, ഇവൻ നമുക്കൊരു രക്ഷകനാകും, നമ്മുടെ ജനത്തിന് ഒരു രക്ഷകനാകും, ഇവനെ രാജകൽപ്പന പ്രകാരം കളയാൻ എനിക്ക് പറ്റത്തില്ല. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ പൈതലിനെ അവർ പരിപാലിക്കുന്നു. 3 മാസം പരിപാലിച്ചു. പിന്നെ പറ്റത്തില്ല എന്ന് കണ്ടപ്പോൾ അവരെ എന്ത് ചെയ്തു? ഒരു പെട്ടകമുണ്ടാക്കി. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സകല പ്രവൃത്തിയും അവർ ചെയ്തു. അവരെ കൊണ്ട് സാധിക്കുന്ന സകല കാര്യങ്ങളും അവർ ചെയ്തു. അത് കഴിഞ്ഞ് അവർ കൈവിട്ടപ്പോൾ ആര് കൈയേറ്റു? ദൈവം. മക്കളെ, ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. ദൈവം ഇതിന്റെ പിന്നിൽ പറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഉത്തേജനം നൽകുന്നുണ്ട്. അവരെ കൊണ്ട് ഇതെല്ലാം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. ഈ കുഞ്ഞ് വളരണം, ഈ കുഞ്ഞ് വലുതാകണം, ഈ കുഞ്ഞായിരിക്കണം ഇതിനെ വളർത്തിയെടുത്ത് ഈ കുഞ്ഞായിരിക്കണം നമ്മുടെ രക്ഷകനായി മാറേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളെ കണ്ടിട്ടല്ല, പ്രതികൂലത്തിലും വിളിച്ചു പറയാൻ പറയണം, ജീവൻ ഇപ്പം എതിരായി നിൽക്കുന്ന സാഹചര്യത്തിലും ഈ പൈതലായിരിക്കും
ഈ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. ഇവനെ തന്നെ ദൈവം ഉപയോഗിക്കും. നിങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ പറയണം, പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഞാൻ വലിയ ആഹാരപ്രിയനായിരുന്നു. കരിക്ക് ഇറക്കി മീനൊക്കെ ഒത്തിരി വേണം എൻ്റെ ചെറുപ്പം മുതൽ. എൻ്റെ മോന് സാംസൺ എപ്പോഴും പറയും, അവനുണ്ടാക്കുന്നത് രണ്ടാമത്തെ കുഞ്ഞ്. He is look like you, he eat like you, he talk like you, he walk like you. എന്നോട് പറയുന്ന അവൻ നിന്നെ പോലെ തന്നെയാണ്. അപ്പം അവൻ ഞാൻ അവരുടെ ചർച്ച ചെല്ലുന്നുണ്ട്, എല്ലാവരും പറയുന്നത് he look like you. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എന്താ പറയുക, എല്ലാവരും പറയുന്നു അവൻ നിന്നെ പോലെ തന്നെയാണ് കാണാൻ, നിന്നെ പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇന്നലെ വന്നപ്പോൾ പറഞ്ഞു പ്രവർത്തിക്കുന്നു. നമ്മുടെ മക്കൾ നമ്മളെപ്പോലെ തന്നെ. കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ മക്കൾ ആരെ പോലെ ആയിരിക്കണം? കർത്താവിനെ പോലെ നടക്കണം. മക്കളെ, എന്റെ വല്യപ്പച്ചൻ പറഞ്ഞു, ഇവനെ നമുക്ക് പോറ്റാൻ പറ്റത്തില്ല, ഇവനെ നമുക്ക് ഹോട്ടലിൽ ഉണ്ടാക്കണം. ദൈവം എനിക്ക് ഹോട്ടലിന്റെ കാര്യങ്ങൾ തുറന്നു വന്നു. എന്റെ പിതാവ് എന്നെ കുറിച്ച് പറഞ്ഞു, ഇവന് ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി, അതിനെ വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനവരവും എന്റെ പിതാവിന്റെ കരയിൽ നിന്ന് എനിക്ക് കിട്ടി. ദൈവമക്കളെ, എന്റെ സ്വർഗീയ പിതാവിന്റെ കയ്യിൽ നിന്ന് സ്വർഗീയ മന്നായും കിട്ടി. നിങ്ങൾക്ക് വിളമ്പി തരുന്നു, അനേകർക്ക് വിളമ്പി കൊടുക്കുവാൻ ദൈവഭാഗ്യം തന്നു. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ പറയണം, പ്രഖ്യാപിക്കണം. നമ്മുടെ തലമുറയെ കുറിച്ച് ഒരു പക്ഷേ അവര് നേരെ ചൊവ്വേ നടക്കുന്നില്ലായിരിക്കും. ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. അവരിന്നതാകും, അവരിന്നതുപോലെ ആയിത്തീരും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയാനായിട്ട് പഠിക്കണം. ഈ മാതാപിതാക്കൾ വിശ്വസിച്ചു, അവിടെ കയ്യിൽ തന്നെ വളർത്തുവാൻ കിട്ടി. നിങ്ങളൊന്ന് ചിന്തിച്ചു, മരണമാണ് അവന്റെ മുന്നിലുള്ളത്. പക്ഷെ ആ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിവുള്ളവൻ, നീക്കുപോക്കുള്ളവൻ, വീണ്ടെടുക്കാൻ കഴിവുള്ളവരെ അവിടെ വരുത്തി. വെള്ളത്തിൽ നിന്ന് ഞാൻ അവനെ വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവന് മോശെ എന്ന് പേരിട്ടു. ആര് നിന്നെ നശിപ്പിക്കുവാൻ നോക്കുന്നു അവരെ കൊണ്ട് തന്നെ നിനക്ക് വളർത്തിച്ചു, വിദ്യാഭ്യാസം കൊടുത്തു, ആരോഗ്യം കൊടുത്തു, സമൃദ്ധിയും വളർത്തി. കിങ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചു. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്ത് കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ പാർട്ടിലേക്ക് ദൈവം പ്രവേശിക്കുന്നത്. ഇന്നലെയും രണ്ടുപേരും ഇവിടെ വന്നു. അവർ വന്ന് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഞങ്ങൾ കുക്കി ഉണ്ടാക്കണം. ഞാൻ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുക്കിയുമായിട്ട് വന്നു. അപ്പച്ച വി മെയ്ഡ് കുക്കി. ആരാ വാസ്തവത്തിൽ ഉണ്ടാക്കുന്നത്? ഇത് ഞങ്ങളാരാ? ഷേർലി തന്നെ. പക്ഷേ അധികാരമാർക്കാ? ആരുണ്ടാക്കിയെന്ന അവർക്കാ. ഇത് പെങ്ങളുണ്ടാക്കി, ഇത് ആങ്ങളെ ഉണ്ടാക്കി, രണ്ടുപേരും ഉണ്ടാക്കി. രണ്ടുപേരും വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ട്. പേരാർക്കാണ്. അതുപോലെ തന്നെയാണ് കർത്താവാണ് കരം പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ കരം അതിനാവശ്യമാണ്. ആരെയൊക്കെ ഉപയോഗിച്ചു ദൈവം? അമ്രാമിനെ ഉപയോഗിച്ചു, യോക്കേബേദിനെ ഉപയോഗിച്ചു, മിരിയാമിനെ ഉപയോഗിച്ചു. എത്ര പേരാണ് മോശയെ വളർത്താൻ ദൈവം ഉപയോഗിച്ചത്? രാജകൊട്ടാരത്തിൽ
ഫറവോന്റെ കൊട്ടാരത്തിൽ മോശെ ആരുടെയെല്ലാം കരങ്ങളിലൂടെ വളർന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കും, ഓ ഇതെങ്ങനെ ശരിയാകുമോ? അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. വിശ്വാസത്താൽ മോശയുടെ ജന്മത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. എന്തായിരുന്നു അവർ കണ്ട സൗന്ദര്യം? ഐ ഡോണ്ട് നോ. ഇവനാണ് രക്ഷകൻ, ഇവനെ ഞാൻ നൈലിന് ഇട്ട് കൊടുക്കത്തില്ല, ഇവനെ ഞാൻ ഇതിന് ഇട്ട് കൊടുക്കത്തില്ല, തീറ്റയായിട്ട് ഇട്ട് കൊടുക്കത്തില്ല, ഇവനെ ഞാൻ വളർത്തും. കഴിവുള്ളിടത്തോളം അവർ വളർത്തി. എന്നാൽ ബാക്കി ഭാഗങ്ങള് ദൈവം വളർത്തി. അവരുടെ വിശ്വാസം ഫെയിലായോ? നിങ്ങളത് ചിന്തിച്ചു നോക്കി. ഒരിക്കലും ഫെയിലായില്ല. അവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ വന്നിട്ട് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 19 മുതൽ 23 വരെയുള്ള വാക്യം, 22 വരെയുള്ള വാക്യം വായിച്ചാണ്. അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു, നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു, അവരുടെ ശത്രുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തിടുവിച്ചു. ആ കാലത്ത് മോശ ജനിച്ചു. ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്തു തന്റെ മകനായി വളർത്തി. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. മതി. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചത് മിസ്രയീമിലെ സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും എന്തായി തീർന്നു? സമർത്ഥനായി തീർന്നു. അപ്പം ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവനെ സമൃദ്ധി അല്ലെന്നുണ്ടെങ്കിൽ അവനെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നതും കഴിവ് കൊണ്ട് നിറയ്ക്കുന്നതും ആരാ? ദൈവം തന്നെയാണ്. അവനെ പഠിപ്പിക്കേണ്ട സ്ഥലത്ത് നിർത്തി പഠിപ്പിക്കും. നമ്മൾ നോക്കണം, അപ്പോസ്തലനായ പൗലോസ് അനേക വർഷങ്ങള് ആ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചു. എന്തിനാ അവിടെ നിന്ന് പഠിച്ചത്? ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളെ ആഴങ്ങളെ കുറിച്ച് പഠിച്ചു. ദൈവമക്കളെ, കഴിഞ്ഞ ദിവസം ഒരാള് എന്നോട് പറഞ്ഞു, പഴയ നിയമം മാത്രമാണ്, പുതിയ നിയമം മാത്രമല്ല, പുതിയ നിയമമാണ് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത്. ഇത് ഞാനും ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന പുതിയ നിയമമാണ്. എന്നാൽ പഴയ നിയമത്തിലൂടെയാണ് കർത്താവ് പഠിപ്പിച്ചത്, പൗലോസ് പഠിപ്പിച്ചത്, ഇവരെല്ലാവരും കൂടെ പഠിപ്പിച്ചത്. അപ്പം പഴയ നിയമത്തിൽ ഒരുപാട് മർമ്മങ്ങളും കിടപ്പുണ്ട്. അത് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം. ഇന്നലെ പകലും ഈവനിങ്ങിലും ബോസ്റ്റൺ പ്രയർ ലൈനിലും നോർത്ത് കരോളിന പ്രയർ ലൈനിലും ഒരേ വചനം തന്നെ സംസാരിച്ചു. ആ വചനത്തിന്റെ വെളിപ്പാട് ദൈവം എനിക്ക് തന്നു. വചന വെളിപ്പാട്. അപ്പോ നമ്മൾ കർത്താവിനോട് ചോദിക്കേണ്ട കാര്യം, കർത്താവ് ഈ സ്റ്റോറി എനിക്ക് വേണ്ടി എന്തിനാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഇതുകൊണ്ട് ഞാൻ എന്താണ് ഇതിൽ നിന്നും പഠിക്കേണ്ടത്? അപ്പോ കർത്താവ് അതിനകത്തുനിന്ന് വെളിപ്പാട് തരാനായിട്ട് തുടങ്ങി. എനിക്കിതെന്താ പ്രയോജനം? എൻ്റെ ഇത് വായിക്കുന്നത് കൊണ്ടോ പഠിക്കുന്നത് കൊണ്ടോ എനിക്ക് എന്തോ പ്രയോജനം കിട്ടും, അല്ലെ മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനം കിട്ടും? അത് കർത്താവിനോട് ചോദിക്കണം. ഞാൻ പണ്ടൊക്കെ ഈ
ഒരുപാട് റെഫറൻസും അവിടെയും ഇവരെയൊക്കെ ആശ്രയിക്കാറുണ്ടായിരുന്നു. ഇപ്പം ഈ കാലയളവിൽ ഞാൻ ആരിലും ഒരു ബുക്കിലും നോക്കാറില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തോട് ചോദിക്കുക, ദൈവം തരും. മറ്റേത് മുഴുവൻ മനുഷ്യജ്ഞാനമാണ്, അതല്ല അവർക്ക് കിട്ടിയ വെളിപ്പാടാണ്. എനിക്കതല്ല വേണ്ടത്, ദൈവീക വെളിപ്പാട് വേണം. ഞാൻ നിങ്ങളോട് ഈ അമ്രാമിന്റെയും യോക്കേബിന്റെയും കാര്യം പറയാനല്ല ഇന്ന് വന്നത് വാസ്തവത്തിൽ. പക്ഷെ എന്നുണ്ടെങ്കിൽ അത് എടുത്തു വെച്ചപ്പോൾ ഇന്ന് ഉച്ചവരെയും വൈകുന്നേരം വരെയും അതല്ലായിരുന്നു, മോശയുടെ കാര്യം പറയാനായിരുന്നു ഇരുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയെന്നെ, അല്ലെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ തുടങ്ങിയുടനെ അതങ്ങ് മാറി. അമ്രാമിന്റെയും യോക്കേബിന്റെയും വിശ്വാസം, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം അതാണ് ഇന്ന് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. അവർ റേഫാനോസ് പറയുന്നേ, അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു, നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു, അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുതെന്ന് വെച്ച് അവരെ പുറത്തെടുപ്പിച്ചു. അക്കാലത്ത് മോശ ജനിച്ചു. നീ ഈ കാലത്തേക്ക് ജനിച്ചത്, ഈ കാലത്തേക്ക് അനേകരുടെ വിടുതലിന് വേണ്ടിയാണ് ഈ പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്നത്. നീ അനേകർക്ക് ഒരു നന്മയായി മാറാനാണ്. നമ്മളെ ഓരോരുത്തരെയും ഒരു പക്ഷേ ഞാനും നിങ്ങളോ ഒരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു പ്രയർ ലൈൻ ആരംഭിക്കുമെന്നോ ഇതിങ്ങനെ കൊണ്ടുപോകുമെന്നോ ഒന്നും ചിന്തിച്ചതല്ല. ആരും ചിന്തിച്ചില്ല. ഇതാരുടെയും പ്ലാനിലോ പദ്ധതിയിലോ ഉണ്ടായിരുന്നതേ അല്ല. അല്പകാലത്തേക്കൊന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി ആയിരിക്കണം ചിലരൊക്കെ അവിടെ തുടങ്ങിയത്. ഡാളസിന് ഇത്രത്തോളം വരുമെന്നോ ഇത്രത്തോളം വളരുമെന്നോ ആരും ചിന്തിച്ചില്ല. അനേകർക്ക് വിടുതലും അനേകർക്ക് ആശ്വാസവുമായി തീർന്നു ഈ ഒരു പ്രയർ ലൈൻ. നിങ്ങൾക്ക് വിശ്വാസമായി വരുന്നില്ലേ? വിശ്വാസമായി വരണം. ഒരു പക്ഷേ എനിക്ക് എല്ലാ ദിവസവും സംബന്ധിക്കാം. നിങ്ങൾ ഒരു ദിവസം സംബന്ധിക്കുന്നുണ്ടോ? നിങ്ങൾ അല്പമെങ്കിലും സംബന്ധിക്കുന്നുണ്ടോ? അതെന്താണ്? വേറൊരാൾക്ക് വിടുതലാണ്. മക്കളെ, ഒരു ദിവസം നയനാം ബ്രദർ പറഞ്ഞു, കർത്താവിന്റെ ദാസനെ എനിക്ക് ഇന്ന് കയറാൻ പറ്റത്തില്ല, കജിക്കോശി ബ്രദർ ഇല്ല, സുജൻ ബ്രദർ ഇല്ല, ലീഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് ലീഡ് ചെയ്തിട്ടില്ല. അദ്ദേഹം എന്നെ ലീഡ് ചെയ്യാനായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു, എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ കൂടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് ഇത് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നതും ഞാൻ എൻ്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തതും അവിടെ വെച്ചായിരുന്നു. ആ റെക്കോർഡ് ചെയ്തത് എത്രയോ പേർക്ക് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയാവുന്നുണ്ടോ? യൂട്യൂബിൽ കൂടെ. അപ്പൊ ഈ പ്രയർ ലൈന് എത്ര പേർക്കൊരു ആശ്വാസമാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ആശ്വാസമാണ്? അനുദസിന്റെ സഹോദരങ്ങള് ദൈവസന്നിധി വരുന്നത് ഈ പ്രയർ ലൈൻ മുഖാന്തരമല്ലേ? മക്കളെ, നമ്മളൊന്ന് ചിന്തിച്ച്, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. ചിലർക്ക് തോന്നി ഇതൊന്ന് തുടങ്ങണമെന്ന്. സിജുവിനും പി സി മാത്യുവിനും നയനാം ബ്രദറിനും തോന്നി ഇതൊന്ന് തുടങ്ങണമെന്ന്. അവര് വഴി വിട്ടേച്ചു പോയി, വെള്ളത്തിൽ വിട്ടേച്ചു പോയി. മക്കളെ, എന്നാൽ എടുത്തു വളർത്തേണ്ടവർ എടുത്തു വളർത്തി. നമ്മളൊന്ന് ചിന്തിച്ച്, എത്ര ഉന്നതമായ ഒരു സ്റ്റോറിയാണ് നമ്മളിപ്പോൾ വായിച്ചത്. അത് നമ്മുടെ സ്റ്റോറിയോട് അനുരൂപപ്പെടുന്നുണ്ടോ? അവരെ വളർത്തിയത് മാത്രമല്ല, അത് അവർക്ക് രക്ഷയായി മാറി, അവർക്കത് ആശ്വാസമായി മാറി.
അവർ അല്പനാള് ത്യാഗം സഹിച്ചു. അത് അവർക്കും അനേകർക്കും ആശ്വാസമായെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളും, നമ്മുടെ ഓരോ പ്രാർത്ഥനയും, ഓരോ ഇൻവോൾവ്മെന്റും അനേകർക്ക് വിടുതലും ആശ്വാസവുമായി മാറുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇപ്പൊ നമ്മൾ എന്താണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരു മാതാവും ഒരു പിതാവും ചിന്തിച്ചു, വിശ്വാസത്താൽ അവരാരെയാണ് വിശ്വസിച്ചതെന്ന് അവരറിഞ്ഞു. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എൻ്റെ ഈ കുഞ്ഞിനെ വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കും. ദൈവമക്കളെ, നിങ്ങൾ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, ആരോടെങ്കിലും നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ, നിങ്ങൾ ആർക്കു വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ, ഒരു പക്ഷേ നിങ്ങൾക്ക് പിടി കിട്ടാൻ വയ്യാത്ത സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ഒരു കാര്യം പറയാൻ സാധിക്കണം. മോശയെ അവർ വെള്ളത്തിലേക്ക് കീൽ തേച്ച, അതൊന്ന് വായിച്ചാട്ടെ. അത് എങ്ങനെയായിരുന്നു? പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു, പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അപ്പം അവരെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ഇനിയും ഞങ്ങൾക്ക് പറ്റത്തില്ല. അവരെന്ത് ചെയ്തു? ഒളിച്ചു വെച്ചു, ദൈവസന്നിധിയിൽ കൊടുത്തു. അത്ര നമ്മൾ ചിന്തിച്ചാൽ മതി. ദൈവം 2 കരവ് നീട്ടി അത് വാങ്ങി. മക്കളെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ വിഷയം, നീ പ്രാർത്ഥിച്ചു, അനേക നാൾ പ്രാർത്ഥിച്ചു, വിശ്വാസത്താൽ നീ ചെയ്തു എങ്കിൽ ചില വിഷയങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ല എന്ന് കാണുമ്പോൾ ഏൽപ്പിക്കേണ്ടവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ കീലൊക്കെ തേച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിൽ ആ പെട്ടകത്തിനകത്താക്കി നിങ്ങൾ ഏൽപ്പിക്കേണ്ടവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആരേറ്റെടുത്തോളും? കർത്താവ് ഏറ്റെടുത്തോളും. ഒരു വലിയ ദൂതാണ് ഇന്ന് കേട്ടത്. ഒരു വലിയ ദൂതാണ് ഇന്ന് നിങ്ങൾക്കുള്ള പറയാനായിട്ട് ദൈവം എനിക്ക് എന്റെ നാവിന്മേൽ തന്നത്. ഒരിക്കലും ചിന്തിക്കാത്തവരെ കൊണ്ട് അതിനെ എടുത്ത് വളർത്തി ആക്കിക്കുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ മനസ്സിലോ ചിന്തയിലോ അല്ലെന്നുണ്ടെ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 9-10 വാക്യത്തിനകത്ത് വായിക്കുന്നത് പോലെ ഒന്ന് വായിച്ചാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് നോക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവർ ദൈവത്തെ വിശ്വസിച്ച മാത്രമല്ല, ദൈവത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് അവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത കാര്യങ്ങള് ആരുടെയെങ്കിലും ഹൃദയത്തിൽ തോന്നുമോ? ഈ പൈതൽ ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ വളരുമെന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കാൻ വകുപ്പുണ്ടോ? ആ ഇല്ലാത്ത സ്ഥാനത്ത് ഒരു മനുഷ്യരുടെയും ഹൃദയത്തിൽ തോന്നിട്ടില്ലാത്ത കാര്യം, ആരെ കൊണ്ടും ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്ഥലത്ത് എത്തിക്കുവാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. നിന്റെ വിഷയങ്ങൾക്ക് അവന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ.
അതേ മക്കളെ, പരാജയമല്ല നിങ്ങളുടെ പ്രാർത്ഥന, പരാജയമല്ല നിങ്ങളുടെ ശുശ്രൂഷ, പരാജയമല്ല. ഒരുപക്ഷെ നമുക്ക് തോന്നും മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. മറ്റുള്ളവരെ നീ നോക്കരുത്. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അത് നീ ചെയ്ത് പറ്റാത്തപ്പം കർത്താവിന്റെ കൈ കൊടുക്കുക. കർത്താവ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് അനുഗ്രഹമാക്കി തരാൻ ശക്തനായവൻ നിങ്ങളോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രാത്രികാലവും നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവിക ആരാധനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വിശ്വാസം മൂലം സാക്ഷ്യം ലഭിച്ചവർ എന്നുള്ള ചിന്തയാണല്ലോ എബ്രായ ലേഖനം 11 നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രികാലം മോശയുടെ അമ്മയപ്പന്മാര് അവര് വിശ്വാസം മൂലം ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചു. അതെങ്ങനെയായിരുന്നു ഒക്കെയാണല്ലോ നമ്മൾ ഈ രാത്രികാലവും കണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. കേട്ട വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ആമേൻ. കേട്ട വചനത്തിന്റെ മുന്നിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം.